കോവിഡ്-19 ലോകത്തെ ഭയപ്പെടുത്തുകയാണ്. എന്താണ് മരുന്ന്? എപ്പോഴാണ് അതിവേഗം പടരുന്ന ഈ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കുക? ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഈ നിശബ്ദ കൊലയാളിക്കെതിരെ പോരാടുന്നതിനുള്ള ബ്രഹ്മാസ്ത്രം അത്ര വിദൂരത്തിലല്ല എന്നതാണ് നല്ല വാർത്ത. വിവിധ രാജ്യങ്ങളിലെ ഗവേഷകർ ഈ മാരകമായ രോഗത്തെ ചികിത്സിക്കാനുള്ള മരുന്ന് കണ്ടെത്താൻ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില പരീക്ഷണങ്ങൾ വിജയത്തോട് അടുത്തിരിക്കുന്നു. ജപ്പാനിൽ ഇൻഫ്ലുവൻസ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കോവിഡിനും ഫലപ്രദമാണ് എന്ന് ചൈനീസ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം പറയുന്നു. ഫവിപിരാവിർ എന്നു പേരുള്ള ഈ മരുന്ന് ഫ്യൂജി ഫിലിം കോർപ്പറേഷന്റെ അനുബന്ധ സ്ഥാപനമാണ് വികസിപ്പിച്ചെടുത്തത്. ഫവിപിരാവിർ ഉപയോഗിച്ച് ചികിത്സിച്ച 91% രോഗികളുടെയും ശ്വാസകോശത്തിന്റെ സ്ഥിതി മെച്ചപ്പെട്ടു എന്നും വിദഗ്ധർ പറയുന്നു. എന്നാൽ രോഗലക്ഷണങ്ങൾ തീവ്രമല്ലാത്തവരിൽ ഈ മരുന്ന് ഫലപ്രദമാണെങ്കിലും കടുത്ത രോഗബാധയുള്ളവർക്ക് ഇത് എത്ര ഫലിക്കുമെന്ന് പറയാറായിട്ടില്ല എന്നാണ് ജാപ്പനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട്. കോവിഡ്-19 രോഗികളിൽ രോഗലക്ഷണങ്ങൾ കുറക്കാൻ കഴിയുന്ന ഒരു മരുന്ന് കണ്ടെത്തിയതായി ഫ്രാൻസിലെ ഒരു ഗവേഷകൻ അവകാശപ്പെട്ടിട്ടുണ്ട്. മലേറിയ ചികിത്സിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ക്ലോറോക്വിൻ എന്ന മരുന്ന് കോവിഡ്-19 രോഗികളുടെ അവസ്ഥയിൽ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മാർസൽസിലെ IHU സർവകലാശാല പ്രൊഫസർ ഡിഡിയർ റാവുൾട്ട് പറയുന്നത്. ഇന്ത്യ, തായ്ലൻഡ്, ചൈന എന്നീ രാജ്യങ്ങളിൽ ലോപിനാവിർ, റിറ്റോനാവിർ എന്നിവയുടെ മിശ്രിതമാണ് മരുന്നായി പരീക്ഷിച്ചത്. എന്നാൽ ഫവിപിരാവിറിനുള്ള അതേ പരിമിതി ഈ ചികിത്സാരീതിക്കുമുണ്ട്. അതായത് കടുത്ത രോഗലക്ഷണങ്ങളുള്ളവരിൽ ഇത് ഫലപ്രദമായേക്കില്ല. ഈ മരുന്ന് രീതി നമ്മൾ കൊച്ചിയിലും പ്രയോഗിച്ച് പരീക്ഷിക്കുന്നുണ്ട്. ഇസ്രായേലിൽ വൈറസിന്റെ അടിസ്ഥാന ഘടന മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഗവേഷകർ. സാർസ് വൈറസ് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കോവിഡും എന്ന അടിസ്ഥാന വസ്തുതയെ വെച്ചാണ് അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ. അസുഖം വരാതിരിക്കാനുള്ള വാക്സിനുകളുടെ കാര്യത്തിലും ഗവേഷണങ്ങൾ മുന്നേറുന്നുണ്ട്. വാക്സിൻ വികസിപ്പിക്കുന്നതിന് കുറഞ്ഞത് 1 വർഷമെടുക്കുമെന്ന് ഇസ്രായേലിലെ ഗവേഷകർ പറയുന്നു. പക്ഷേ US-ലും ജർമ്മനിയിലും വാക്സിനുള്ള ജോലി വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. US-ലെ ആദ്യത്തെ വാക്സിൻ ട്രയൽ തിങ്കളാഴ്ച മസാച്യുസെറ്റ്സിൽ തുടങ്ങി. ജർമ്മൻ മരുന്ന് നിർമ്മാതാക്കളായ ബയോഎൻടെക് ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു ജർമ്മൻ കമ്പനിയായ ക്യൂർവാക്കും ഈ പരീക്ഷണത്തിലാണ്. ക്യൂർവാക്കിൻ്റെ വാക്സിൻ ജൂൺ അല്ലെങ്കിൽ ജൂലൈ ആകുമ്പോഴേക്ക് മനുഷ്യരിൽ പരീക്ഷിക്കാനാകുമെന്ന് കമ്പനി പറയുന്നു. അമേരിക്കൻ ബയോടെക്നോളജി കമ്പനിയായ റെജനറോൺ ഫാർമസ്യൂട്ടിക്കൽസ് ഗവേഷണത്തിലാണ്. ജനിതക മാറ്റം വരുത്തിയ എലികൾ ഉപയോഗിച്ചാണ് റെജനറോണിൻ്റെ കോവിഡ് മരുന്ന് പരീക്ഷണം. ഇവയും ജൂൺ ജൂലൈ മാസങ്ങളാകുമ്പോഴേക്കും ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. പരീക്ഷണങ്ങൾ നടക്കുന്നു. ലോകം ശുഭവാർത്തയ്ക്കായി കാതോർത്തിരിക്കുന്നു. ശാസ്ത്രം വിജയിക്കും, മരുന്നുടനെത്തും എന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും പ്രതിരോധമാണ് ഏറ്റവും വലിയ കാര്യം എന്നത് മറക്കരുത്. രോഗവ്യാപനത്തിൻ്റെ ചങ്ങലകൾ മുറിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ബ്രേക്ക് ദി ചെയിൻ.